ഔലിയാക്കന്മാര് ദീന് കൈകാര്യം ചെയ്യുന്നതിന് പകരം നമ്മളാണ് ദീന് കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ ഔലിയാക്കന്മാരാണ് എന്ന് പറഞ്ഞ ആളുകൾ വില തന്നെ ഉണ്ടാവുള്ളൂ ഇവിടെ. അത് നമ്മളെ കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി കളവ് കേട്ടോ. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. നമ്മളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരോ നമ്മുടെ നേതാക്കളോ ആരും ഞങ്ങളാണ് ഔലിയാക്കൾ എന്ന് പറഞ്ഞിട്ടില്ല. അത് കളവ് പറയണം. അതേസമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകുന്ന മഹോന്നതരായ പണ്ഡിതന്മാരെ സംബന്ധിച്ച് പല ആളുകളും അവരെ ഔലിയാക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ ഉസ്താദ് അവർകളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ശൈഖുന ബഹറുൽ ഉലൂം മോക്കെ ഉസ്താദ് കഅബയുടെ ചാരത്ത് വെച്ച് പറഞ്ഞത്, നിങ്ങൾ സുലൈമാൻ മൂലിയാരെ പേടിച്ചോളി, അവര് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്, അവർ വലിയല്ലെങ്കിൽ പിന്നെ ഇവിടെ ആരാ വലിയുള്ളത് എന്നൊക്കെ ശൈഖുന ബഹറുൽ ഉലൂം മോക്കെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ സംബന്ധിച്ച് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മളെ നേതാക്കളോ ആലിമീങ്ങളോ ആരും തന്നെ ഞങ്ങൾ ഔലിയാക്കളാന്ന് പറഞ്ഞിട്ടില്ല. അത് കോമാട്ടുചാലിൽ അബ്ദുള്ള നുണ പറയണം, കളവ് പറയണം, ഉള്ളത് പറയണല്ലോ. പിന്നെ കോമാട്ടുചാലിൽ അബ്ദുള്ള പറയണത് നമ്മളാണ് ദീൻ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയണ്ടേന്ന്. അത് നമ്മൾ പറഞ്ഞതല്ല ചങ്ങായിയെ, അത് ആരാ പറഞ്ഞത് എന്നുള്ളത് എനിക്ക് ശരിക്കും അറിയാലോ. അത് നൗഷാദ് തന്നെ പറഞ്ഞോട്ടെ ആരാ പറഞ്ഞതെന്നുള്ളത്. ഒന്ന് പറഞ്ഞു കൊടുത്താൽ നൗഷാദെ, ആരാണ് ദീൻ കൈകാര്യം ചെയ്യേണ്ടത് അത് പറഞ്ഞു കൊടുത്താജി. മാത്രമല്ല പലരോടും പല പ്രശ്നത്തിലും ചെന്ന് പറഞ്ഞപ്പോ ഈ സമസ്തക്കളിൽ ഭിന്നിപ്പുണ്ടായപ്പോ പലരും കാണാൻ ചെന്നു. ആ സമയത്ത് പല ആളുകളോടും പറഞ്ഞ ഒരൊറ്റ വാക്കുണ്ട്, സഹോദരങ്ങളെ, സുന്നി പ്രവർത്തകരെ, നിങ്ങളത് നെഞ്ചിലേറ്റണം. എന്താണ് പറഞ്ഞത്? ദീനിന്റെ കാര്യം പറയാൻ. ആരുടെ വാക്ക്? CM വലിയുള്ളാഹിയുടെ വാക്ക്. എന്റെ വാക്കല്ല, ദീനിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ APയെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ഉത്തരവിന്റെ വാക്കുകളാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചോ, ആ നേതൃത്വത്തിന്റെ പിന്നിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അതാണ് നമ്മുടെ നേതൃത്വം. കേട്ടില്ലേ? ദീനിന്റെ കാര്യം പറയാൻ, ദീനിന്റെ കാര്യം നോക്കാൻ CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർ AP ഉസ്താദിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രവർത്തകരെ, നിങ്ങൾ ഇത് നെഞ്ചിലേറ്റണം എന്ന് ആരാ പറഞ്ഞത്? കാട്ടുവളപ്പിൽ നൗഷാദ്. പക്ഷെ വേറൊരു വിഷയം ഇങ്ങനെ പറയുമ്പം നൗഷാദ് വേറൊരു സംശയം ഉണ്ട്. എന്താ നൗഷാദ് സംശയം? ഒന്ന് ചോദിച്ചാൽ അതൊന്ന് പറഞ്ഞോളാം. എന്തേക്കാരാ സംശയം? അതുകൂടി പറയും. ഇനി ചിലപ്പോൾ ഞാൻ പ്രസംഗിച്ചാൽ ചിലപ്പോൾ നാളെ പറയും അതാരാ കേട്ടത്, ഞാനാ സാക്ഷി. അതുകൊണ്ട് 2 മിനിറ്റ് അതനുഭവിച്ച ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാർ കുരുവട്ടൂർ ഇവിടെയുണ്ട്. CM വലിയുള്ളാഹിയുമായി അടുത്ത് ഇടപഴകിയ മഹാനവറുകൾ അത് 2 മിനിറ്റ് നിങ്ങളോട് പറയും. നാളെ സൂര്യാകുമ്പോൾ ചോദിക്കും അതാരാ കണ്ടത്, ആരാ പറഞ്ഞത്, ആരാ സാക്ഷി. അങ്ങനെയൊക്കെയാണ്. വിശ്വസിക്കാനായിട്ട് മതിയാണ്. സാക്ഷി 100 കൂട്ടം വേണം. കേട്ടില്ല? അപ്പൊ അതുകൊണ്ട് നൗഷാദ് സാക്ഷിനെ കൊണ്ടുവരണം. കാരണം ഇങ്ങനൊക്കെ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ ചോദിച്ചേ അത് ആരെ പറഞ്ഞത്, അതിനാരാ സാക്ഷി. അപ്പൊ അതിന് സാക്ഷി പറയാൻ പറ്റിയ ആളെ തന്നെ നമ്മളെ കാട്ടുവളപ്പിൽ നൗഷാദ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ ആ ആളെ നൗഷാദ് ഒന്ന് ക്ഷണിച്ചോട്ടെ. ഒന്ന് ക്ഷണിച്ചാൽ നൗഷാദ്. അബൂബക്കർ മുസ്ലിയാർ 2 മിനിറ്റ് അത് പറയാൻ വേണ്ടി CM വലിയുള്ളാഹിയുമായി അടുത്ത് ഇടപഴകിയ മഹാനെന്ന നിലയ്ക്ക് ഞാൻ ക്ഷണിക്കുന്നു. അതിനുശേഷം എന്റെ വിഷയം ഞാൻ കുരുവട്ടൂർ അബൂബക്കർ മുസ്ലിയാരെ ഒരു 2 മിനിറ്റ് ആ വിഷയം ഒന്ന് പറയാൻ വേണ്ടിയിട്ട് സാക്ഷിയായിട്ട് കേട്ട ആള് എന്ന നിലയ്ക്ക് നമ്മളെ കാട്ടുവളപ്പിൽ നൗഷാദ് ക്ഷണിച്ചതാണ്. ഏതായാലും മൂപ്പർ പറഞ്ഞോളും എന്നാ പറഞ്ഞോ. ഏതായാലും നൗഷാദ് പറഞ്ഞല്ലേ. പിന്നെ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കണം കേട്ടോ. ആരാണ് ഈ കുരുവട്ടൂർ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞാൽ? അതാണ് നമ്മൾ ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളന്റെ ബാപ്പയാണ് കേട്ടോ. അത് നമ്മൾ മറക്കരുത്. കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവിയാണല്ലോ തുടക്കത്തിൽ പറഞ്ഞേ ദീനിന്റെ കാര്യം പറയാന് ഔലിയാക്കളാണ് വേണ്ടത്, ഇവര് ഔലിയായി ചമയാണെന്നൊക്കെ പറഞ്ഞല്ലോ. ആ കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവിന്റെ ബാപ്പന്നെ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു കൊടുക്കേ. അങ്ങനത്തെ സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഉടനെ തന്നെ ഞങ്ങൾ ശേഖനായുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഇങ്ങനെ പത്രങ്ങളുടെ സമസ്ത 2 എന്ന് കാണുന്നുണ്ടോ? ശേഖന അവിടെ നിന്ന് കിടക്കുന്ന സമയത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സമസ്ത ഒന്നേ ഉള്ളൂ. അല്ലേ? സമസ്ത ഒന്നേ ഉള്ളൂ. APയും കുഞ്ഞിക്കോയ തങ്ങളും ഇവിടെ വന്നു നിന്നു. ദീനിന്റെ കാര്യങ്ങൾ നടത്താൻ അവരെ ഞാൻ ലഭിച്ചിട്ടുണ്ട്. അതാണ് ഹക്ക്. ശേഖനായുടെയും APയുടെയും കുഞ്ഞിക്കോയ തങ്ങളുടെയും പിന്നിൽ അണിഞ്ഞിരുന്നോ? കേട്ടില്ല? എത്ര കൃത്യമായിട്ടാ പറഞ്ഞത്. കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവിന്റെ വാപ്പയാണ് ഇട്ടത്. അയാൾ പറഞ്ഞിട്ട് ഞങ്ങള് ഇത് എപ്പം പോയി ചോദിച്ചതാ, വലിയ പ്രശ്നം നടക്കണേ, പത്രത്തിൽ വന്നു, സമസ്ത 2 ബേജാറായി. കുറെ ആൾക്കാരെ കൂട്ടിയിട്ട് ഈ ബാപ്പ ചെന്നു ബഹുമാനപ്പെട്ട ശൈഖുന CM വലിയുള്ളാഹിയുടെ അടുക്കലേക്ക്. അപ്പൊ അവർ പറഞ്ഞു കൊടുത്തതാണ് ദീന് പറയാൻ, ദീനിന്റെ കാര്യം നോക്കാൻ APയെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരെ കൂടെ കൂടിക്കോളിയെന്ന്. എന്ന് മാത്രമല്ല ഇയാൾ അതിന്റെ കൂടെ പറയണ്ടേ, നമ്മൾ ശൈഖുനാന്റെയും AP ഉസ്താദിന്റെയും ഉള്ളാഹ് തങ്ങളുടെയും കൂടെ നിൽക്കണം എന്ന്. ശൈഖുന എന്ന് പറഞ്ഞ ആരാണ്? CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകൾ. അപ്പം CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ആരെ കൂടെയാണ്? AP ഉസ്താദിന്റെയും കുഞ്ഞിക്കോയ തങ്ങളുടെയും കൂടെ. അപ്പൊ ഇത് കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവി പറഞ്ഞാണ്. എന്നാ ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഇതാരാ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞു കൊടുത്താ. കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവിന്റെ വാപ്പനെ പറഞ്ഞോട്ടെ, ഇതാരാ പറഞ്ഞെന്നുള്ളത് ഒന്നുകൂടി പറഞ്ഞു കൊടുത്താ.
എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ഖുതുബുൽ സി.എം. വലിയുല്ലാഹി അവറുകളെ നേരിട്ട് ഞങ്ങളോട് പറഞ്ഞതാണ്. അതിന് സാക്ഷിയാണ് ഞങ്ങൾ. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നോളൂ, ഹക്ക് അവിടെയാണ്. പല ആളുകളോടും പറഞ്ഞ് ഈ സദസ്സിൽ ആളുകളുണ്ടാവും. കേട്ടില്ലേ? നേരിട്ട് സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകൾ ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവിയുടെ ബാപ്പാനോട് പറഞ്ഞ വിഷയമാണത്. ഇങ്ങനൊക്കെ പറഞ്ഞിട്ടും സംശയമുള്ള ആളുകളോട് ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവിന്റെ ബാപ്പാക്ക് എന്താ പറയുള്ളത്? അത് കൂടി കേട്ടാളി. ഇപ്പോഴും ചില ആൾക്കാർ സംശയിക്കണ്ടല്ലോ ഇല്ലേ ആ വിഷയത്തിൽ. പണ്ട് ഇങ്ങനൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം അത് മാറ്റി പറഞ്ഞാണ്ട് നിഫാക്കിന്റെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓരോട് എന്താ പറയുള്ളത്? ഈ ബാപ്പന്നെ പറഞ്ഞോട്ടെ. ഈ വിഷയത്തെ സംബന്ധിച്ച് ഇനിയും അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ശൈഖുന താമസിച്ചിരുന്ന ആ വീട്ടുകാരൻ മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ പോയാൽ അവിടെ 12 വർഷം മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ ശൈഖുന അവർ വിശ്രമിച്ചതാണ്. എവിടെയും പോകാതെ മമ്മൂട്ടി മൂക്കന്റെ മക്കള് ഇപ്പോഴും ഉണ്ട്. അവരിതിന് സാക്ഷിയാണ്. അള്ളാഹു അവർക്കൊക്കെയും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞ ദീനിന്റെ കാര്യം നോക്കാൻ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിനെയും ഉള്ളാൾ തങ്ങൾ പാപ്പയെയും സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകൾ ഏൽപ്പിച്ചതാണ് എന്ന് നൗഷാദ് സാക്ഷിയെ നിർത്തിക്കൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പം നൗഷാദിന്റെ അവസ്ഥ എന്താണ്? അതിനെപ്പറ്റി നൗഷാദ് ഇപ്പൊ പറഞ്ഞ എന്താണ്? അതൊന്ന് കേട്ടോക്കി. എന്നിട്ട് നിങ്ങൾ ശൈഖുനയുടെ ആളുകളാണത്രേ. മടവൂർ ശൈഖുന ഞങ്ങളാളാണ്. സിറാജിൽ പ്രസ്താവന ഞങ്ങളെ സംഘടനയെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് പച്ച കള്ളം പറയാം. പിന്തുണ നൽകിയത് പച്ച കള്ളം പറയാം. പിന്തുണ നൽകിയത് പച്ച കള്ളം പറയാം. സ്വന്തം പ്രസംഗത്തിന് സ്വന്തം മറുപടി എന്നൊക്കെ പറയില്ല വലിയ. അതിൽ ഏറ്റവും വലിയ അവാർഡ് കൊടുക്കേണ്ട ഇയാൾക്കാണ്.